വചനജായ 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 വചനജായ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, പെന്തക്കോസ്താ തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ കാതലായി നിൽക്കുന്ന അടിസ്ഥാന ദിവ്യരഹസ്യമാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ രഹസ്യം. ഈ രഹസ്യമാണ് നമ്മൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നത്, നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ സ്തുതിക്കുന്നത്, നമ്മുടെ കൂദാശകൾ നമ്മൾ ഓർക്കുന്നത്, നമ്മുടെ സഭയുടെ നിയമങ്ങളിൽ നമ്മൾ അനുസരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ദൈവവും മൂന്നാളുകളും, മൂന്നാളുകളുണ്ടെങ്കിലും ഒരു ദൈവമേ ഉള്ളൂ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലാണ് നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ എല്ലാ കൂദാശകളും സ്വീകരിച്ച് നമ്മുടെ ജീവിതാവസാനത്തിൽ ആ ത്രിയേക ദൈവത്തിൽ നമ്മൾ എത്തിച്ചേരുവാനായിട്ടാണ് നമ്മൾ പ്രയത്നിക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്നതും. ഈ ത്രിയേക ദൈവത്തിൻ്റെ രഹസ്യം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച പുത്രനായ ദൈവത്തിലൂടെയും പൂർണ്ണമായിട്ട് വെളിവാക്കപ്പെട്ടതാണ്. പഴയ നിയമത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നത് പിതാവായ ദൈവം സൃഷ്ടിക്കുന്നു. ദൈവം സൃഷ്ടിക്കുന്നത് തൻ്റെ വചനമാകുന്ന പുത്രനിലൂടെയാണ്. ആ സൃഷ്ടി വസ്തുക്കളുടെ മേൽ ശക്തിയായിട്ട് നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവാണ്, ശക്തിയാണ്. പഴയ നിയമത്തിൽ കാണുന്ന ഈ ത്രിത്വത്തിൻ്റെ രഹസ്യം പരിപൂർണമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പുതിയ നിയമത്തിൽ നാം കാണുന്നത് മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് തൻ്റെ പിതാവായ ദൈവത്തെ ആബ്ബ എന്ന് വിളിക്കുന്നു. അങ്ങനെ പിതാവായ ദൈവം തൻ്റെയും പിതാവാണ്, തൻ്റെ ശിഷ്യരുടെയും, അതുവഴി മനുഷ്യകുലത്തിൻ്റെ തന്നെ പിതാവാണെന്ന് വെളിപ്പെടുത്തുന്നു. ആ പിതാവിനെ ആഴത്തിൽ അറിയുന്നവനും ആ പിതാവിലായിരിക്കുന്നവനും ആ പിതാവ് താൻ വഴിയാണ് ഈ ലോകത്തിലേക്ക് സംസാരിക്കുന്നതും സ്നേഹിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെന്ന് പുത്രനായ ദൈവം യേശുനാഥൻ വെളിപ്പെടുത്തുന്നു. അങ്ങനെ യേശുനാഥൻ സജീവ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പരിപൂർണമായിട്ട് വെളിപ്പെടുത്തുന്നു. മൂന്നാമതായിട്ട് യേശുനാഥൻ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞവനാണ്, അതേസമയം തന്നെ പരിശുദ്ധാത്മാവിന് നൽകുന്നവനാണ്. അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും നാം കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മൂന്നാമത്തെ ദൈവത്തിലെ വ്യക്തിയാണ് നാം കാണുന്നു. പുതിയ നിയമത്തിൽ 2 സ്ഥലങ്ങളിലാണ് ഈ 3 വ്യക്തികളെയും നമ്മൾ കാണുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു യേശുവിൻ്റെ ജ്ഞാനസ്നാനം. അവിടെ പിതാവായ ദൈവത്തിൻ്റെ ശബ്ദമുണ്ട്. മനുഷ്യാവതാരം ചെയ്ത പുത്രനായ ദൈവം അവിടെ സാന്നിധ്യമുണ്ട്. പരിശുദ്ധാത്മാവ് പാവിൻ്റെ രൂപത്തിൽ പുത്രനായ ദൈവത്തിൻ്റെ മേൽ എഴുന്നള്ളി വരുന്നു. അങ്ങനെ 3 വ്യക്തികളെയും നമ്മൾ ഒരുമിച്ച് കാണുന്നു. മറ്റൊരു സ്ഥലത്ത് 28-ാം അധ്യായത്തിൽ വേറൊരു വാക്യം കൂടിയുണ്ട്. യേശുനാഥൻ പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുക എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചില പഠനങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നു ഈ ഒരു പരിപൂർണമായിട്ടുള്ള വാക്യം ഒരുപക്ഷെ പിന്നീട് എഴുതി ചേർത്തതാകാം എന്നാണ് പറയുന്നത്. എങ്ങനെ തന്നെ ആയാലും ഈ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വളരെയധികം പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 3 എന്ന അക്കം തന്നെ വിശുദ്ധിയുടെ അക്കമാണ്. ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നുണ്ട് 3 എന്നത് പരിപൂർണതയുടെ അക്കമാണ്. കാരണം അതിനൊരു തുടക്കം, മധ്യം, അവസാനമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പൂർണ്ണതയുടെ അക്കമാണ്. അതുകൊണ്ട് ദൈവം ഒന്നാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ പെട്ടെന്ന് എളുപ്പത്തിന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒന്നെന്ന് പറയുമ്പോൾ അതൊരു ഫുൾ സ്റ്റോപ്പാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ദൈവത്തെ രണ്ടായിട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു അപകടമാണ്. കാരണം അവിടെ നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാറ്റിനെയും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, നന്മയും തിന്മയും, കറുപ്പും വെളുപ്പും, പ്രകാശവും ഇരുട്ടും,
ആണും പെണ്ണും അങ്ങനെ പലതായി തിരിപ്പിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ രണ്ട് തുല്യ ശക്തികളെ, നന്മയുടെയും തിന്മയുടെയും തുല്യ ശക്തികളെ നമ്മൾ സൃഷ്ടാവായിട്ട് അംഗീകരിക്കേണ്ടി വരും. അത് അപകടമാണ്. അപ്പോൾ ഒന്നെന്ന് പറയുമ്പോഴുള്ള അതിൻ്റെ ആ നിസ്സാരതയെയും രണ്ടെന്ന അക്കത്തിൻ്റെ അപകടത്തെയും മറികടക്കുവാനായിട്ട് നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു ചിന്തയാണ് ദൈവത്തെ മൂന്നായിട്ട് കാണുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ സൃഷ്ടാവായിട്ട് കാണുന്നു, പിതാവായ ദൈവത്തെ, പുത്രനായ ദൈവത്തെ നമ്മൾ രക്ഷകനായിട്ട് കാണുന്നു, പരിശുദ്ധാത്മാവായ ദൈവത്തെ നമ്മളെ പുണ്യപ്പെടുത്തുന്ന വിശദീകരിക്കുന്നവനായിട്ട് കാണുന്നു. അങ്ങനെ പിതാവായ ദൈവം ചെയ്യുന്ന പ്രവൃത്തി പുത്രൻ തൻ്റെ രക്ഷാകര കർമ്മത്തിലൂടെ പൂർത്തിയാക്കുന്നു. പരിശുദ്ധാത്മാവ് അതിനെ തുടർന്നു കൊണ്ടുപോകുന്നു. പെന്തക്കോസ്താ തിരുനാൾ മുതൽ തിരുസഭ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട സഭയിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മൂന്നെന്ന അക്കത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനൊരു ദൈവശാസ്ത്രമുണ്ട്. 3 പ്രാവശ്യം ഒരു കാര്യം നമ്മൾ ആവർത്തിച്ചാൽ അത് പരിപൂർണതയായിട്ട് നമ്മൾ കണക്കാക്കുന്നു. 3 പ്രാവശ്യം നമ്മൾ ആണയിട്ടാൽ അത് ഒരു ശരിയായിട്ടുള്ള സത്യപ്രതിജ്ഞയായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധാരാളം സ്ഥലങ്ങളിൽ പല കാര്യങ്ങളും 3 പ്രാവശ്യം ആവർത്തിക്കുന്നതായിട്ട് കാണുന്നു. ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവം 3 മടങ്ങ് പരിശുദ്ധനാണെന്ന്. ഉൽപ്പത്തി പുസ്തകം 18 പറയുന്നുണ്ട്, 3 മാലാഖമാർ, അതായത് ദൂതന്മാരാണ് അബ്രഹാമിനെ സന്ദർശിച്ചത്. ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പ്രവാചകൻ ദിവസത്തിൽ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുവെന്ന്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേലിലെ ഓരോ ആണും വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും അവർ ദേവാലയത്തിൽ ചെന്ന് ദൈവത്തിന് കാഴ്ച അർപ്പിക്കണമെന്ന്. യഹൂദർക്ക് 3 പ്രധാനപ്പെട്ട തിരുനാളുകളാണുള്ളത്. 1 പാസോവർ, കടന്നുപോക്ക്. 2 ഷവ്വത്ത്, അതായത് പെന്തക്കോസ്ത തിരുനാൾ. 3-ാമത് സുക്കുത്ത്, അതായത് കൂടാര തിരുനാൾ. ജെറുസലേം ദേവാലയത്തിന് തന്നെ 3 വശങ്ങളാണ് ഉള്ളത്. 1 അതിൻ്റെ പ്രവേശന കവാടം. 2-ാമതായിട്ട് നാം കാണുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഭക്തജനങ്ങൾ നിൽക്കുന്ന സ്ഥലം. 3-ാമതായിട്ട് അതിൻ്റെ വിശുദ്ധമായിട്ട് ബലിപീഠം. പുതിയ നിയമത്തിൽ നാം ധാരാളം പ്രാവശ്യം കാണുന്നുണ്ട് 3 കാര്യങ്ങൾ. യേശുവിൻ്റെ മരുഭൂമിയിലുള്ള ആ പ്രലോഭനം തന്നെ 3 പ്രലോഭനങ്ങളാണ് നാം കാണുന്നത്. പീഡാസഹന ദിവസങ്ങളിൽ യേശുവിൻ്റെ മരണവും ഉത്ഥാനവും തമ്മിലുള്ള ദിവസങ്ങൾ 3 ദിവസമാണ്. യേശുവിനെ നമ്മൾ ദേവാലയത്തിൽ കണ്ടെത്തുന്നത് 3-ാം നാളാണ്. പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നത് 3 പ്രാവശ്യമാണ്. അപ്പോസ്തലന്മാരുടെ നടപടിയിലും സാവൂൾ 3 ദിവസമാണ് അന്ധതയിൽ കഴിയുന്നത്. അപ്പം അങ്ങനെ 3 എന്ന അക്കം ധാരാളം സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ചിലത് മാത്രം പറഞ്ഞെന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഭക്തിയിലും 3 എന്ന അക്കത്തിന് വളരെയധികം സ്ഥാനമുണ്ട്. നമ്മൾ നമ്മുടെ സുഹൃത്ത് ജപം പറയുമ്പോൾ ഈശോ മറിയ ഔസേപ്പെ എന്നാണ് പറയുന്നത്. നമ്മളുടെ ജപമാല ഇപ്പോഴും പറയുമ്പോൾ 53 മണി ജപമാല എന്നാണ് പറയുന്നത്. കുരിശിൻ്റെ വഴിയിൽ നാം കാണുന്നത് 3 പ്രാവശ്യം യേശുനാഥൻ കുരിശുമായിട്ട് വീഴുന്നതായിട്ടാണ്. ദൈവമേ നീ ക്ഷമിക്കുക എന്നുള്ള പ്രാർത്ഥന നമ്മൾ 3 പ്രാവശ്യമാണ് പറയുന്നത്. ദുഃഖവെള്ളിയാഴ്ച നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വൈദികൻ 3 പ്രാവശ്യം മുട്ടുകുത്തിയിട്ടാണ് തിരുസ്വരൂപം ചുംബിക്കുന്നത്, വിശുദ്ധ കുരിശ് ചുംബിക്കുന്നത്. അങ്ങനെ നമ്മുടെ പരമപ്രധാനമായിട്ടുള്ള പുണ്യങ്ങളാണെങ്കിൽ വിശ്വാസം, പ്രത്യാശ, ഉപവി എന്നതാണ്. അതുകൊണ്ട് 3 ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇനി ദിവ്യബലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 എന്ന അക്കം വളരെയധികമുണ്ട്. കാരണം ഓരോ ദിവ്യബലിയും തുടങ്ങുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. ഓരോ ദിവ്യബലി അവസാനിക്കുന്നതും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. ദിവ്യബലിക്ക് 3 ഭാഗങ്ങളാണുള്ളത്. വചനപ്രഘോഷണ ഭാഗം, കാഴ്ചവെപ്പ് സമർപ്പണം, ദിവ്യകാരുണ്യ സ്വീകരണം. അതുകൊണ്ട് തന്നെ 3 പ്രധാനപ്പെട്ട പ്രാർത്ഥനകളുണ്ട്. സമാഹരണ പ്രാർത്ഥന, കാഴ്ചവെപ്പ് പ്രാർത്ഥന, സമാപന പ്രാർത്ഥന. നമ്മൾ ഭാവസങ്കീർത്തനം ചെയ്യുമ്പോൾ 3 പ്രാവശ്യമാണ് കർത്താവേ കനിയണമേ എന്ന് നമ്മൾ പറയുന്നത്. 3 പ്രാവശ്യമാണ് എൻ്റെ പിഴ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ സുവിശേഷ വായനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ 3 കുരിശടയാളങ്ങളാണ് നമ്മൾ വയ്ക്കുന്നത്. നമ്മുടെ നെറ്റിത്തടങ്ങളിൽ, നമ്മുടെ അധരങ്ങളിൽ, നമ്മുടെ ഹൃദയഭാഗത്ത്. ഞായറാഴ്ചകളിലാണെങ്കിൽ 3 വായനകളാണ് നാം കാണുന്നത്. സ്തോത്രയാഗ പ്രാർത്ഥനയ്ക്ക് മുമ്പ് കാഴ്ചവെപ്പ് സമർപ്പണത്തിൽ
3 കാര്യങ്ങളാണ് നമ്മൾ കാഴ്ചയർപ്പണം നടത്തുന്നത്: അപ്പവും വീഞ്ഞും വെള്ളവും. സ്തോത്രയാഗ പ്രാർത്ഥന അവസാനിക്കുന്നത് തന്നെ പരിശുദ്ധൻ 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 എന്നാണ്. ഹോസാന ഹോസാന എന്ന് നമ്മൾ ഏറ്റു പറയുന്നു. സ്തോത്രയാഗ പ്രാർത്ഥനയ്ക്ക് ശേഷം തിരുസഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനയാണ് പിന്നീട് വരുന്നത്. അവിടെ നാം കാണുന്നത് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുസഭ എന്ന് പറയുന്നത് 3 സഭകൾ ചേർന്നതാണ്: സ്വർഗീയ സഭ, ഈ ലോകത്തിലെ സഭ, സഹനസഭ. വിജയസഭ, സ്വർഗീയ സഭയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാതാവ്, യൗസേപ്പിതാവ്, അപ്പോസ്തലന്മാർ, രക്തസാക്ഷികൾ, വിശുദ്ധർ എന്ന് ഓർക്കുന്നു. ഈ ഭൂമിയിലെ സഹനസഭ, തീർത്ഥാടക സഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ പരിശുദ്ധ പിതാവ്, മെത്രാന്മാർ, വൈദികർ, ദൈവജനത്തെ ഓർക്കുന്നു. സഹനസഭ നമ്മൾ ഓർക്കുമ്പോൾ ശുദ്ധീകരണത്തിലെ എല്ലാ ആത്മാക്കളെയും, നമ്മുടെ ഉറ്റവരെയും ഇടവരെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം യേശുവാണ് ഏകരക്ഷകനെന്ന് നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ടാണ് ആ പ്രാർത്ഥന ഭാഗം തീരുന്നത്. അവിടെ പറയുന്നു, യേശുവിലൂടെ, യേശുവിനോടുകൂടെ, ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ എന്നാണ്. അതിനുശേഷം നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ 3 കാര്യങ്ങളാണ് നിഷ്കർഷിക്കുന്നത്. അതായത് എഴുന്നേറ്റ് നിന്ന് ചെല്ലേണ്ട പ്രാർത്ഥനയാണ്. എഴുന്നേറ്റ് നിൽക്കുക എന്നത് സന്നദ്ധതയുടെ അടയാളമാണ്. കൈകൾ വിരിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം കൈകൾ വിരിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ അടയാളമാണ്. 3-മതായിട്ട് നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഈ ഭൂമിക്ക് അപ്പുറത്തേക്ക് സ്വർഗമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനുശേഷം ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനായിട്ട് നമ്മൾ നീങ്ങുന്നതിന് മുമ്പ് നമ്മൾ 3 പ്രാവശ്യം ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കന്യമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അവസാനം ദിവ്യകാരുണ്യത്തിന് സമർപ്പണ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ആ ദിവ്യബലി പൂർത്തിയാക്കുന്നത് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലാണ്. ഒരു മെത്രാനാണ് ദിവ്യബലി അർപ്പിക്കുന്നതെങ്കിൽ അവസാന നിമിഷം നമ്മൾ കാണുന്നത് 3 ഭാഗത്തേക്കാണ് അവസാനത്തെ ആ ബ്ലെസ്സിങ് കൊടുക്കുന്നത്. ഇത് എല്ലാ റിയത്തുകളിലും ഇങ്ങനെ ഒരു 3ൻ്റെ പ്രത്യേകത കാണുന്നുണ്ട്. ശ്രീലങ്കൻ റിയത്തുകളാണെങ്കിൽ അപ്പത്തെയും പിഞ്ഞിനെയും വാഴ്ത്തുമ്പോൾ 3 പ്രാവശ്യം അവർ റുഷ്മ ചെയ്യുന്നുണ്ട്. കാഴ്ചയർപ്പണത്തിനായിട്ട് ബലിപീഠത്തെ സമീപിക്കുന്നത് 3 പ്രാവശ്യം കുമ്പിട്ടിട്ടാണ്. ബലിപീഠത്തിൻ്റെ നടുവിലും 2 വശങ്ങളിൽ ചുംബിച്ചിട്ടാണ് പരിശുദ്ധ കുർബാന തുടരുന്നത്. അതുകൊണ്ട് ഓരോ കാര്യത്തിലും ഇത്രയും കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞത് അത്രമാത്രം 3 അക്കത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട്. ഇനി ആരാധനക്രമത്തിൽ വന്നു കഴിഞ്ഞാൽ ധൂമം സമർപ്പിക്കുമ്പോൾ, ധൂമർപ്പിക്കുമ്പോൾ 3 പ്രാവശ്യമാണ് ധൂമിക്കേണ്ടത്. കുരിശിനെയും ആൾത്താരയെയും വേദപുസ്തകത്തെയും. ഒരു ദിവ്യകാരുണ്യത്തിന് ആരാധന നടത്തുകയാണെങ്കിൽ 3 തിരികളാണ് ഓരോ വശവും വെക്കേണ്ടത്. അതുപോലെ തന്നെ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ 3 പ്രാവശ്യം മുട്ടുകുത്തി കർത്താവിൻ്റെ കുരിശ് ചുംബിക്കുന്നു. നമ്മളുടെ ദിവ്യബലിക്ക് മുമ്പ് 3 മണിയടിക്കാറുണ്ട്. നമ്മുടെ തിരുനാളുകളെല്ലാം ട്രീഡിയം എന്നാണ് പറയുന്നത്. 3 ദിവസത്തെ തിരുനാളുകളെന്നാണ് പറയുന്നത്. നമ്മുടെ ദേവാലയത്തിൻ്റെ ഘടന നോക്കുകയാണെങ്കിൽ അതിലും 3 ഉണ്ട്. ദേവാലയത്തിന് പ്രധാന കവാടമുണ്ട്, 2 മറ്റ് കവാടങ്ങളുണ്ട്. ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ മധ്യഭാഗം അതിനെ സെൻട്രൽ നെയ്വ് എന്നാണ് പറയുന്നത്. 2 വശങ്ങൾ, പാർശ്വവശങ്ങളെ എയിൽസ് എന്നാണ് പറയുന്നത്. പഴയ ദേവാലയങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, ജനങ്ങൾ നിൽക്കുന്ന സ്ഥലവും അൾത്താരയും തമ്മിൽ 3 പടികളുടെ വ്യത്യാസമാണ് ഉള്ളത്. അതുപോലെ തന്നെ പഴയ പള്ളികളിൽ നാം കാണും, പ്രത്യേകിച്ച് 2-ാം വത്തിക്കാൻ സുനകദോസിന് മുമ്പുള്ള പള്ളികളിൽ അന്ന് ജന അഭിമുഖ കുർബാന ഉണ്ടായിരുന്നില്ല. അന്ന് അൾത്താരയെ നോക്കിയാണ് പുരോഹിതൻ ബലിയർപ്പിച്ചിരുന്നത്. അത് ആ അൾത്താര 3 സ്റ്റെപ്പുകളാണ്. ആദ്യത്തെ സ്റ്റെപ്പ് വീതിയുള്ളതാണ്, അത് അൾത്താരയാണ്. അവിടെ സക്രാരി ഉണ്ടാകും. 2-ാമത്തെ സ്റ്റെപ്പിൽ പൂക്കൾ വെക്കുന്നു. 3-ാമത്തെ സ്റ്റെപ്പിൽ തിരികളും കുരിശുരൂപവും. അതുകൊണ്ട് അവിടെയും നമ്മൾ 3 വിധം കാണുന്നു. ഇനി നമ്മൾ നമ്മുടെ ജീവിത മാതൃകയിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുക്കുടുംബമാണ് മാതൃക. ഈശോ, മാതാവ്, യൗസേപ്പിതാവ്. സന്യാസ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 വ്രതങ്ങളുണ്ട്: ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം. ഒരു സന്യാസ സഭ സ്ഥാപിക്കണമെങ്കിൽ, ഒരാശ്രമം സ്ഥാപിക്കണമെങ്കിൽ 3 അംഗങ്ങൾ ഉണ്ടാകണമെന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ വിശ്വാസ പ്രമാണത്തിലാണ് ഇത് കാണുന്നത് കൂടുതലായിട്ട്. പരിശുദ്ധത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ ആ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ. നമ്മുടെ 3 പ്രാർത്ഥനകൾ പ്രത്യേകമായിട്ടുള്ളത്: ഒന്ന്, നമ്മൾ ഞായറാഴ്ചകൾ ചെല്ലാറുള്ള ക്രേതോ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം. 2-ാമത് നമ്മൾ ചെല്ലാറുള്ള ഗ്ലോറിയ. 3-ാമത് നമ്മൾ ചെല്ലാറുള്ള തെദേവും. ഇത്രയുമാണ് ചുരുക്കി പറഞ്ഞാൽ എത്രമാത്രം ഈ 3 അക്കത്തിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലും
നമ്മുടെ ആധ്യാത്മികതയിലും ഉണ്ടെന്ന് നമ്മൾ കാണിക്കുവാനായിട്ട് സാധിക്കും. ഇനി എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധ തൃത്വത്തിന് ഇത്രമാത്രം പ്രാധാന്യം? ഇതിൻ്റെ പ്രസക്തി എന്താണ്? ഇത് നമ്മൾ ഇത്രയും പറഞ്ഞത് ദൈവത്തെക്കുറിച്ചുള്ളതാണ്. പക്ഷേ ഈ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ്? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വ്യക്തിത്വം ഉണ്ടാകുന്നത് തന്നെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോഴാണ്. ദൈവമാണ് നമ്മളെ നിർവചിക്കുന്നത്. പരിശുദ്ധ തൃത്വത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ നമ്മൾ പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്നവരാകുന്നു, പുത്രനാൽ രക്ഷിക്കപ്പെടുന്നവരാകുന്നു, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകുന്നു. പിതാവായ ദൈവം നമുക്ക് യഥാർത്ഥ ആത്മബോധം നൽകുന്നു, പുത്രനായ ദൈവം നമുക്ക് യഥാർത്ഥ ആത്മലക്ഷ്യം നൽകുന്നു, പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് ആത്മശക്തി തരുന്നു. അപ്പം അങ്ങനെ അങ്ങ് നോക്കുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മുടെ വ്യക്തിത്വത്തെ കാണുന്നത്. നമ്മൾ ദൈവമക്കളാണെന്ന് തിരിച്ചറിയുന്നു, നമ്മൾ ക്രിസ്തുവിൻ്റെ പുത്രനായ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് തിരിച്ചറിയുന്നു, മൂന്നാമതായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്ന് നാം തിരിച്ചറിയുന്നു. നമ്മൾ പലപ്പോഴും പറയാണ്ട് പരിശുദ്ധ തൃത്വം, എന്നാൽ ഈ തൃത്വം എന്ന വാക്ക് ബൈബിളിലില്ല, വേദപുസ്തകത്തിലില്ല. അത് കണ്ടുപിടിക്കപ്പെട്ട ഒരു വാക്കാണ്. ക്രിസ്തുവർഷം 159 മുതൽ ജീവിച്ച അന്ത്യോക്യയിലെ തിയോഫിലസ് എന്ന ആ ഒരു സഭാപിതാവാണ് ആദ്യമായിട്ട് ട്രിയാസ് എന്ന പദം ഉപയോഗിക്കുന്നത്, പരിശുദ്ധ തൃത്വത്തിൻ്റെ പദം. അത് ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയത്. അത് കുറേ കഴിഞ്ഞപ്പോൾ ക്രിസ്തുവർഷം 208 ലത്തീൻ ഭാഷയിൽ എഴുതിയ തെർത്തൂലിയൻ എന്ന മറ്റൊരു സഭാപിതാവ് അതിനെ ത്രീനിത്താസെത്ത് അതിനെ നാമകരണം ചെയ്തു. അതോടൊപ്പം തന്നെ നാം കാണുന്നുണ്ട്, ഈ ആദ്യത്തെ നിക്കിയ സൂനകദോസിലാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള യഥാർത്ഥ വിശ്വാസസത്യം നമ്മൾ കാണുന്നത്. നിക്കിയ സൂനകദോസിന് കാരണം ആദ്യത്തെ 3 നൂറ്റാണ്ടുകളുണ്ടായിരുന്ന ഒരു പാഷാണ്ഡത യേശുവിൻ്റെ ദൈവികത്വത്തെ അംഗീകരിക്കാത്തൊരു പാഷാണ്ഡതയായിരുന്നു. അപ്പോൾ സഭയ്ക്ക് യേശുനാഥൻ പിതാവും പുത്രനും ഒരേ സത്തയാണെന്ന് എടുത്തു പറയേണ്ടി വന്നു. അങ്ങനെയാണ് നിക്കിയ സൂനകദോസിൽ 325 ആദ്യമായിട്ട് പിതാവായ ദൈവവും പുത്രനായ ദൈവവും അവർ തുല്യരാണ്, അവർക്ക് ഏക സത്തയാണ്, അതായത് സത്തലേഖനമായെന്ന് നമ്മൾ ഏറ്റുപറയുന്ന അതാണ്. അതിനുശേഷമാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള മറ്റ് പഠനങ്ങൾ ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പലപ്പോഴും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം പിതാവായ ദൈവം പുത്രനായ ദൈവം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും അത് മനുഷ്യ വ്യക്തികളാണെന്ന്. എന്നാൽ ആത്മാവെന്ന് പറയുമ്പോൾ അത് അല്പം പ്രശ്നങ്ങളുണ്ടാക്കുന്നു. കാരണം എന്താ ആത്മാവാണ്? എല്ലായിടത്തും കാണുന്നുണ്ട് ഈ പദപ്രയോഗങ്ങൾ. പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ചില സമയത്ത് പറയുന്നു ദുഷ്ടാത്മാവ് അവനിൽ പ്രവേശിച്ചു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആത്മാവ് ഒരു വ്യക്തിയാണെന്ന് പറയുന്നത് വളരെ പിന്നീടാണ്. സത്യത്തിൽ ക്രിസ്തുവർഷം 208 തെർത്തൂല്യൻ തന്നെ ആദ്യമായിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന്. പക്ഷേ തെർത്തൂല്യനെ ആരും അംഗീകരിച്ചില്ല. കാരണം തെർത്തൂല്യൻ ഒരു സഭാപിതാവായിരുന്നെങ്കിലും മെത്രാനായിരുന്നില്ല, വൈദികനായിരുന്നില്ല, ഒരു വിവാഹിതനായിരുന്നു. അതുകൊണ്ട് സഭാപിതാവായെങ്കിലും അംഗീകരിക്കാതെ പോയി. എന്നാൽ കപ്പദോച്യൻ സഭാപിതാക്കന്മാരെന്നറിയപ്പെടുന്ന ബേസിൽ, ഗ്രിഗറി നസ്യാൻസുസ്, ഗ്രിഗറി ഓഫ് നീസ, ഇതിൽ വളരെ പ്രത്യേകമായിട്ട് പറയേണ്ടത് ഗ്രിഗറി നസ്യാൻസുസ് എന്ന സഭാപിതാവാണ് ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് ദൈവവുമാണ് ഒരു വ്യക്തിയുമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ പല കാര്യങ്ങളിലും പൂർണ്ണത വന്നിരിക്കുന്നത് സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയുമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ സഭയ്ക്ക് നമുക്ക് നമ്മളുടെ വിശ്വാസത്തെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ളൊരു അവസ്ഥയുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമുക്ക് ഒരു വ്യക്തത നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് 2 സിദ്ധാന്തങ്ങളാണുള്ളത്. അതായത് പാശ്ചാത്യ സഭ, അതായത് റോമൻ കത്തോലിക്ക സഭ, പൗരസ്ത്യ സഭ, ഓറിയൻ്റൽ സഭ. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വരുന്നത്? 2 സിദ്ധാന്തങ്ങളാണ്. പാശ്ചാത്യ സഭ വിശ്വസിക്കുന്ന സിദ്ധാന്തമാണ് ഫീലിയോക്വേ, അതായത് പുത്രനിൽ നിന്ന്. നമ്മൾ ഞായറാഴ്ച നമ്മൾ ഏറ്റുപറയുന്നത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്നാണ്. എന്നാൽ ഓറിയൻ്റൽ സഭ പറയുന്നത് പിതാവിൽ നിന്ന് പുത്രനിലൂടെ പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്നാണ്. ആ സിദ്ധാന്തത്തെ പറയുന്നത് പെർ ഫീലിയം എന്നാണ്. ഈ ഒരു സിദ്ധാന്തം 1058
ഈ ഒരു സിദ്ധാന്തം കാരണം മറ്റു പല കാരണങ്ങൾ കൂടി രണ്ട് സഭകൾ തമ്മിൽ വേർപിരിഞ്ഞു പോയി. അപ്പോൾ രണ്ട് സഭകൾ തമ്മിൽ വേർപിരിയാൻ പല കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒരു കാരണം ഈ പരിശുദ്ധാത്മാവിൻ്റെ വരവിനെക്കുറിച്ചുള്ള സിദ്ധാന്തമായിരുന്നു. പിന്നീട് അതിന് ഒരു വീണ്ടും ഒത്തുചേർന്നത് 1965 ഡിസംബർ 7-ാം തീയതി പോളാർമൻ മാർപ്പാപ്പയും കോൺസ്റ്റാന്റിനോപ്പിലെ പത്രിയാർക്കായ അത്തനഗോറസും തമ്മിൽ ഒരുമിച്ച് കൂടി കണ്ടിട്ട് അന്ന് മുതൽ അവർ രമ്യതരായി. അപ്പോൾ ഇന്ന് നമ്മളുടെ സഭയുടെ നിലപാട് രണ്ട് സിദ്ധാന്തങ്ങളും ശരിയാണെന്നാണ്. രണ്ട് കാഴ്ചപ്പാടുകളാണ്, രണ്ട് ശരിയാണ്. അതുകൊണ്ട് വെളിപാടിൻ്റെ പൂർണ്ണത നമുക്ക് പൂർണ്ണമായിട്ട് ലഭിച്ചവരാണ് ക്രൈസ്തവ സമൂഹത്തിലുള്ള നമ്മൾ ഓരോരുത്തരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം വിശ്വസിക്കുന്ന ദൈവം നമുക്ക് പരിപൂർണമായിട്ട് അറിയുന്ന ദൈവമാണ്. ജീവിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. നമ്മളൊരാളെ വിളിക്കുന്നത് ജീവനുള്ള ഒരാളെയാണ് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ ജീവിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും, വെളിപാടിൻ്റെ പൂർണ്ണത ലഭിച്ചിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടിൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ദൈവം ആരാണ്, ദൈവം നമുക്ക് ആരാണ്, ആ ദൈവത്തോട് നമ്മുടെ ബന്ധം എന്താണ് എന്നെല്ലാം പരിപൂർണമായിട്ട് നമുക്കറിയാം. അത് നമുക്ക് പഠിപ്പിച്ചത് പുത്രനായ ദൈവമാണ്. പുത്രനായ ദൈവം യഥാർത്ഥ മനുഷ്യനും യഥാർത്ഥ ദൈവമായിട്ട് വിശ്വസിക്കുന്നു. ആ യഥാർത്ഥ മനുഷ്യനും യഥാർത്ഥ ദൈവവുമായിട്ട് നമ്മുടെ മനുഷ്യരൂപത്തിൽ വന്ന യേശുനാഥനിലൂടെ പിതാവായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും എന്തെല്ലാം ഈ മനുഷ്യകുലത്തോട് പറയുവാൻ ആഗ്രഹിച്ചു അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ വെളിപാടിൻ്റെ സമയം കഴിഞ്ഞു, വെളിപാടിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ മൂന്ന് പേരും നമുക്ക് വ്യക്തിത്വത്തെ തരുന്നു. ഇവരുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആ പ്രത്യേകതയും ശ്രേഷ്ഠതയും നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, ത്രിയേക ദൈവം, അത് നമ്മൾ പരിപൂർണമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥനകൾ ചൊല്ലുന്നതും വിളിച്ചപേക്ഷിക്കുന്നതും വിശ്വസിക്കുന്നതും. ആ ത്രിത്വത്തിലൂടെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാം നമ്മൾ കാണുന്നത്. നമ്മുടെ മനുഷ്യകുലത്തിൻ്റെ അടിസ്ഥാനം തന്നെ ത്രിയേക ദൈവത്തിൻ്റെ ത്രിത്വത്തിൻ്റെ അടയാളമാണ്. ത്രിത്വത്തിൻ്റെ അടയാളം എവിടെയുമുണ്ട്. അതുകൊണ്ട് നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്, നമ്മോടൊപ്പമുള്ള ദൈവമാണ്, നമ്മിലുള്ള ദൈവമാണ്. അങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് പരിപൂർണമായിട്ട് നമ്മെ അനുധാവനം ചെയ്യുന്നതാണ് പരിശുദ്ധ ത്രിത്വം, പരിശുദ്ധനായിട്ടുള്ള പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം. അതുകൊണ്ട് ഈ ഞായറാഴ്ച നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിപൂർണമായിട്ടുള്ള അറിവോടും അവബോധത്തോടും കൂടെ ത്രിയേക ദൈവത്തിന് നമുക്ക് നന്ദി പറയാം, ഈ വിശ്വാസം നന്ദി പറയാം. ശ്രേഷ്ഠമായ വിശ്വാസമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുമ്പോൾ അത് പരിപൂർണ്ണ അർത്ഥത്തിലും പരിപൂർണ്ണ വിശ്വാസത്തിലും ചെയ്യുന്ന ഒരു വിശ്വാസപ്രകാരമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ. വചനജായ 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 വചനജായ